വിശുദ്ധ ഖുർആനിലെ ഓരോ അധ്യായവും മനുഷ്യകുലത്തിന് കൃത്യമായ വഴികാട്ടികളാണ്. അതിൽ ഏറെ സവിശേഷതകളുള്ള മക്കയിൽ അവതരിക്കപ്പെട്ട ഒരു അധ്യായമാണ് 41-ാമത്തെ സൂറത്തായ സൂറത്തുൽ ഫുസ്സിലത്ത്. വിശദീകരിക്കപ്പെട്ടത് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. എന്തൊക്കെയാണ് ഈ സൂറത്ത് നമ്മളോട് സംസാരിക്കുന്നത്? നമുക്ക് നോക്കാം. ഈ സൂറത്തിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. ഒന്നാമതായി പ്രപഞ്ച സൃഷ്ടിപ്പ്. ആകാശങ്ങളും ഭൂമിയും എങ്ങനെ കൃത്യമായ വ്യവസ്ഥയോടെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് ഈ അധ്യായം വ്യക്തമാക്കുന്നു. രണ്ടാമതായി വിശുദ്ധ ഖുർആന്റെ മഹത്വം. ഇത് അള്ളാഹുവിങ്കൽ നിന്നുള്ള വെളിപാടാണെന്നും ഇതിൽ യാതൊരുവിധ മുൻവിധികളോ തെറ്റുകളോ ഇല്ലെന്നും അടിവരയിട്ട് പറയുന്നു. മൂന്നാമതായി മനുഷ്യന്റെ ധിക്കാരവും അതിന്റെ പരിണിത ഫലവും. മുൻകാല സമൂഹങ്ങളായ ആദ്, സമൂദ് ഗോത്രങ്ങൾക്ക് സംഭവിച്ച പതനം ഓർമ്മിപ്പിച്ചുകൊണ്ട് സത്യത്തെ നിഷേധിക്കുന്നവർക്കുള്ള താക്കീത് ഇതിൽ നൽകുന്നുണ്ട്. ഈ സൂറത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗം 30-ാമത്തെ വചനമാണ്. ഞങ്ങളുടെ നാഥൻ അല്ലാഹു ആണ് എന്ന് പ്രഖ്യാപിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവർക്ക് മലക്കുകൾ ഇറങ്ങി വന്ന് നൽകുന്ന ആശ്വാസത്തെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ട, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് സന്തോഷിച്ചു കൊള്ളുക എന്ന് മലക്കുകൾ അവരോട് പറയും. പ്രതിസന്ധികളിൽ തളരുന്ന ഏതൊരു വിശ്വാസിക്കും വലിയൊരു ആശ്വാസമാണ് ഈ വചനം. പരലോകത്ത് വെച്ച് മനുഷ്യന്റെ സ്വന്തം അവയവങ്ങൾ, ചെവി, കണ്ണ്, ചർമ്മം തുടങ്ങിയവ അവൻ ചെയ്ത തെറ്റുകൾക്കെതിരെ അള്ളാഹുവിന്റെ മുന്നിൽ സാക്ഷി പറയുന്ന ഭയപ്പെടുത്തുന്ന ഒരു രംഗവും ഈ സൂറത്ത് വിവരിക്കുന്നുണ്ട്. ചിന്തിക്കുന്ന മനസ്സിന് ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. സത്യം മനസ്സിലാക്കാനും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും പ്രേരിപ്പിക്കുന്ന ഒന്നാണ് സൂറത്തുൽ ഫുസ്സിലത്ത്. സമയം കണ്ടെത്തി അർത്ഥസഹിതം ഈ അധ്യായം ഒന്ന് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ഖുർആൻ ചിന്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.